Hey guys, welcome back to NK. സോ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊടുക്കുന്ന ഈ ഒരു പ്രൊഫൈൽ പിക്ചറാണ് നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഫോണ്ടായാലും അതുപോലെ ഓവർലേസ് ആയാലും എല്ലാം എൻ്റെ ടെലഗ്രാം ചാനലിലുണ്ടാവും. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ നിങ്ങൾ അവിടുന്ന് ജോയിൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. സോ എന്ത് ചെയ്യുക, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. സോ ഞാനിവിടെ Alightmotion ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 1:1 റേഷ്യോയിലാണ് ഞാൻ ഇപ്പോൾ ആ ഒരു പ്രൊഫൈൽ പിക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുകയാണ്. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയയിൽ വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ആദ്യം ഒരു ഇമേജ് വന്ന് ഇതേപോലെ ആഡ് ചെയ്യുക. ഇപ്പം 1:1 റേഷ്യോയിലാണ് ഞാൻ ഇമേജ് എടുക്കുന്നത്. സോ ഇതിപ്പോൾ ഒരു ഫിൽ സ്ക്രീനാണ്, അതായത് കുറച്ച് ക്ലാരിറ്റി ഉള്ള ഒരു ഫോട്ടോത്തിന് വേണ്ടി ഒരു വാൾപേപ്പർ സൈസ് എടുത്തതാണ്. ദെൻ നമ്മളത് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് വേണ്ട ഒരു രീതിക്ക് ഇതേപോലെ കറക്റ്റായി അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാൻ ഇപ്പോൾ നെയ്മറിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആരുടെ വേണമെങ്കിലും എടുക്കാം. സോ നമ്മൾ ഇതേപോലെ എടുത്ത ശേഷം നമ്മളിനി ഇതിലേക്ക് ഒരു ടെക്സ്റ്റാണ് ആദ്യം തന്നെ ആഡ് ചെയ്യുന്നത്. നമുക്ക് ആഡ് ടെക്സ്റ്റിൽ വരാം. നിങ്ങൾക്ക് നിങ്ങളുടെ പേജിൻ്റെ പേര് ഇതിൽ എഴുതാം. ഞാനിപ്പോൾ NK എഡിറ്റ് തന്നെയാണ് എഴുതുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പേജിൻ്റെ പേര് എഴുതാം. ശേഷം നമ്മളിത് സെൻറ്റർ അലൈൻ ആക്കി കൊടുക്കുക. ദെൻ ഫോണ്ട് എന്ന് പറഞ്ഞാൽ ഇതാ, ഈ ഒരു ഫോണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കളർ വന്ന് വൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണ്ടും വന്ന് ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേര് ഓർത്ത് വെച്ച് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര സൈസാണോ വേണ്ടത് ആ ഒരു രീതിക്കൊക്കെ ഇപ്പോൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ ഓക്കെ കൊടുത്ത ശേഷം നമ്മൾ ആ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. എഫക്ട്സിൽ വരിക, ആഡ് എഫക്ട്സിൽ വരിക. ഇതിൽ നമ്മൾ സ്ട്രെച്ച് സെഗ്മെൻറ്റ് എന്നുള്ള ആ ഒരു എഫക്റ്റ് വന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വന്ന് ഫസ്റ്റ് തന്നെ ആംഗിൾ ഉണ്ടാവും. ആംഗിൾ വന്ന് ഒരു 90 ഡിഗ്രിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ താഴേക്ക് വരുമ്പോൾ ഓഫ് സെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓഫ് സെറ്റ് വന്നൊരു 30ലേക്കൊക്കെ നമ്മൾ ഇതേപോലെ കറക്റ്റായി സെറ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ താഴെ സ്മൂത്തിങ് ഉണ്ടാവും, അത് നമ്മൾ ഇതേപോലെ ഫുള്ളാക്കി കൊടുക്കുക. ദെൻ നമുക്കിവിടെ അതിന് മുകളിലായിട്ട് സ്ട്രെച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് വന്ന് നിങ്ങൾക്ക് എത്ര ഒരു സ്ട്രെച്ചാണോ നിങ്ങളുടെ ആ ഒരു ഇമേജിന് ആ ഒരു ടെക്സ്റ്റിന് സ്യൂട്ടാവുന്ന ആ ഒരു സ്ട്രെച്ചിൽ നിങ്ങൾ കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 40 ആണ് കൊടുത്തിട്ടുള്ളത്. സോ അത് സ്യൂട്ടാവും തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ അത്ര കൊടുത്തിട്ടുള്ളത്. ദെൻ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വേണം നമുക്ക് ചേഞ്ച് ചെയ്യാം. സോ നമ്മൾ അഗെയിൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയയിൽ വന്ന ശേഷം നമ്മൾ ഈ ഒരു ഇമേജിൻ്റെ തന്നെ PNG എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു PNG ഇമേജ്, അതായത് ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞൊരു ഇമേജാണ്. സോ അത് നമ്മൾ ഇതേപോലെ ആഡ് ചെയ്ത ശേഷം നമ്മുടെ ആ ഒരു ക്ലിപ്പിന് കണക്കായിട്ട് ഇതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ക്ലിപ്പ് കറക്റ്റായിട്ട് ഇതേപോലെ സൂം ചെയ്ത് കറക്റ്റാക്കി സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാനത് ഇതേപോലെ കറക്റ്റായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കറക്റ്റ് സൂം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് സൂം ചെയ്യാം. ദെൻ ഇനി നമ്മളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആ ഒരു ലെയർ, ആ ഒരു ടെക്സ്റ്റ് ലെയർ, അതിന് മുമ്പ് നമ്മൾ ആ ഒരു PNG ലെയർ സെലക്ട് ചെയ്യുക. എഫക്ട്സിൽ വരാം, ആഡ് എഫക്ട്സിൽ വരാം. ഇതിൽ നമ്മൾ എഡ്ജ് ഗ്ലോ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അത് വന്ന് ഇതേപോലെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സിൽ വരുമ്പോൾ ഈ ഒരു രീതിക്കായിരിക്കും ഉണ്ടാവുക. ഇതിൽ ഗ്ലോ വന്ന് നമ്മളൊരു 10ലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു കറക്റ്റ് ഒരു 10ലേക്ക്, അതായത് ഒരു ഫുള്ള് സെറ്റ് ചെയ്യുക. അതുപോലെ ത്രഷോൾഡും വന്ന് ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്യുക. ദെൻ ഇതിൻ്റെ താഴെയായിട്ട് ബ്ലർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. ബ്ലർ വന്ന് കുറച്ചൊന്ന് ഇൻക്രീസ് ആക്കി കൊടുക്കുക. ഓക്കെ, ഒരു 0.4ലേക്കൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിക്ക് കറക്റ്റായിട്ട് കിട്ടും. നിങ്ങൾക്ക് ഇനിയിപ്പോൾ 0.40 വെക്കുമ്പോൾ എന്തെങ്കിലും ഒരു മോശം കണക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വാല്യൂ ഒന്ന് ജസ്റ്റ് ഇൻക്രീസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഫുള്ള് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് 2ലേക്ക് കൊടുത്തിട്ടുണ്ട്. 0.40 വരുമ്പോൾ ഒരു ബ്ലാക്കിഷ് ആവുന്ന കണക്ക്, അതുകൊണ്ട് ഞാൻ ഒരു ഫുള്ള് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ എഡ്ജ് ഗ്ലോ വന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ലെയർ എടുക്കുക. എഫക്ട്സിൽ, ആഡ് എഫക്ട്സിൽ ഇതിലും വന്ന് നമ്മൾ എന്ത് ചെയ്യുക, എഡ്ജ് ഗ്ലോ എന്ന് പറഞ്ഞാൽ ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വന്ന് നമ്മൾ സ്മൂത്തിങ് അതേപോലെ ഫുള്ളാക്കി കൊടുക്കുക. അതേപോലെ ത്രഷോൾഡും വന്ന് ഫുള്ളാക്കി കൊടുക്കുക. ദെൻ ബ്ലർ വന്ന ശേഷം നമ്മൾ 1ലേക്ക് സെറ്റ് ചെയ്യുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗ്ലോ എഫക്റ്റ് നമുക്ക് ആ ഒരു ടെക്സ്റ്റിൽ കിട്ടും. ഇനി നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റിൽ സ്ട്രെച്ച് സെഗ്മെൻറ്റ് എന്നുള്ളത് ഒരു 40 നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കുറക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു 10 ആയിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അതും സെറ്റ് ചെയ്യുക. ഓക്കെ, അത് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു 40 കൊടുത്തു എന്നേ ഉള്ളൂ, ബാക്കിൽ കുറച്ചൊരു വൈഡായിട്ട് കാണാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്യാം. സോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓവർലേസും കാര്യങ്ങളും ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. മീഡിയയിലേക്ക് വരാം. ഈ ഒരു ഓവർലേ ഇതേപോലെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ താഴെയായിട്ട് സെറ്റ് ചെയ്യുകയാണ്. ദെൻ നമ്മൾ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ ലൈറ്റ് ആൻഡ് സ്ക്രീൻ ഇതേപോലെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ അഗെയിൻ മീഡിയയിലേക്ക് വരാം. അടുത്തൊരു ഓവർലേ ഇതേപോലെ ആഡ് ചെയ്യുക. അതും വന്ന് ഇതേപോലെ താഴെയായിട്ട് സെറ്റ് ചെയ്തിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ ലൈറ്റ് ആൻഡ് സ്ക്രീൻ കൊടുക്കുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു സെൻറ്റർ പോർഷനിൽ കുറച്ച് ലൈറ്റ് അതുപോലെ സംഭവങ്ങളൊക്കെ സെറ്റായിട്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തിരിയുന്നുണ്ടാവും. അതുപോലെ തന്നെ ടെക്സ്റ്റ് വന്ന് നമ്മൾ കുറച്ചൊന്ന് മുകളിലേക്ക് നിങ്ങൾക്ക് ഇതേപോലെ വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യുക. എങ്ങനെ വേണം സെറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു തലയുടെ ആ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുക്കുന്ന ഫോട്ടോവും കാര്യമെല്ലാം നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾ ഏതൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലാണോ എഡിറ്റ് ചെയ്യുന്നത്, ഇപ്പം Alightmotion, CapCut, ആഫ്റ്റർ എഫക്ട്സ് അങ്ങനെ കുറേ ഉണ്ട്.
അപ്പോൾ ഏതിലാണോ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നത് അതിൻ്റെ ലോഗോ വന്ന് പിൻട്രസ്റ്റിൽ നിന്നോ ഗൂഗിളിൽ നിന്നോ ഡൗൺലോഡ് ചെയ്ത ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ അലൈറ്റ് മോഷൻ്റെ ലോഗോ ആണ് ആഡ് ചെയ്യുന്നത്. ഇതേപോലെ ആഡ് ചെയ്യുക. ദെൻ നമ്മൾ ചെറിയൊരു റൊട്ടേഷൻ കൊടുക്കുക, ഒരു 15ലേക്കൊക്കെ ചെറിയൊരു റൊട്ടേഷൻ കൊടുക്കുക. ദെൻ ഇതേപോലെ നമ്മൾ സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര സൂം ഔട്ട് ആണോ വേണ്ടത് ആ ഒരു രീതിക്ക് സൂം ഔട്ട് കൊടുത്ത ശേഷം നമ്മൾ ഈ ഒരു PNGക്ക് താഴെയായിട്ട് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയാണോ ഒരു ഫ്രീ സ്പേസ് വരുന്നത് അവിടെ ഇതായിട്ട് ഞാൻ ഇപ്പോൾ തലയുടെ ആ ഒരു ബാക്കിലായിട്ട് കറക്റ്റായി സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പറാണ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് സെറ്റ് ചെയ്യാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ചോയ്സിന് ഞാൻ വിട്ടുതന്നിരിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിക്ക് ഇതും സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഇതിലേക്ക് ഒരു CC അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള CCസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു CCയുടെ ട്യൂട്ടോറിയൽ കുറേയധികം CC ട്യൂട്ടോറിയൽ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഞാനിവിടെ അതിൻ്റെ ട്യൂട്ടോറിയൽ കാണിക്കുന്നില്ല, ജസ്റ്റ് ഇതേപോലെ ആ ഒരു CC ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഈ ഒരു രീതിക്കുള്ള ഒരു അടിപൊളി ആ ഒരു പ്രൊഫൈൽ പിക്ചർ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഈ ഒരു ഗ്ലോ എഫക്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഓഫാക്കിയിടുക. ഇതാണ് ഗ്ലോ എഫക്റ്റ് ഇട്ടിട്ടുള്ള ആ ഒരു DP എന്ന് പറയുന്നത്. സോ ഗ്ലോ എഫക്റ്റ് ഓഫാക്കുമ്പോൾ ഇതേപോലെ ഒരു ഡാർക്കിഷ് വരും. സോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യുക, എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യുക. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യുക. ദെൻ ഇതെങ്ങനെ എക്സ്പോർട്ട് ചെയ്യുക വെച്ചാൽ നമ്മൾ ഇതേപോലെ എക്സ്പോർട്ട് ബട്ടണിൽ വരിക, കറണ്ട് ഫ്രെയിം ആസ് PNG എന്ന് വരിക, ഇതേപോലെ എക്സ്പോർട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രെയിം മാത്രമായിട്ട് ഇതേപോലെ എക്സ്പോർട്ടായി കിട്ടും. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇവിടെ വന്നിട്ട് സേവ് ചെയ്യുക.